നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന കുംഭക്കൂറിലാണ്, ശേഷം 15 നാഴിക വരുന്ന മീനക്കൂറിലാണ്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്രൻ നിൽക്കുന്നത് കാരണം മറ്റ് പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമൊന്നും ഇല്ലാതെ നിൽക്കുന്നുമുണ്ട്. നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകാനായിട്ട് യോഗമുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ പോകണം, ജലധന ഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിരിക്കുന്നവരുണ്ട്. വിദേശത്ത് പോകണം അല്ലെങ്കിൽ കടൽ കടന്ന് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സാധിക്കുന്നൊരു സമയമാണിത്. അപ്പം അങ്ങനെ ഒരു യോഗമുണ്ട്. അതേപോലെ തന്നെ 5ാം ഭാവത്തിൽ ചൊവ്വ, കർമാധിപതി 5ലാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു മാനസിക ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തൊഴിൽ മേഖലയിൽ സഹായികൾ, സഹപ്രവർത്തകരായിട്ട് ബന്ധപ്പെട്ടിട്ട്, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകണം. എപ്പോഴും മനസ്സ് കുറച്ചൊരു പിരിമുറുക്കം പോലെയുള്ളൊരവസ്ഥയിൽ നിൽക്കാനായിട്ട് യോഗമുണ്ട്. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നൊരു സമയമാണിപ്പോൾ. കാരണം ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 6ാം ഭാവത്തിലാണ്. കാര്യം ശത്രുക്കളിൽ നിന്ന് പോലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ് 6ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. പ്രത്യേകിച്ചും വ്യാഴം ഉച്ച ബലവാനാണ്. പക്ഷേ ഇവിടെ ലഗ്നാൽ 7ാം ഭാവത്തിൽ സൂര്യനോട് സ്വക്ഷേത്ര ബലവാനാണെങ്കിലും അവിടെ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട്. ഘണ്ണകാരകനാണ് കേതു. അപ്പോൾ എന്തിനെ മുറിവുണ്ടാക്കുന്ന ആ കേതു 7 നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ ചില സമയത്ത് ബ്ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയാലും എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അതിനൊക്കെ മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയാണ്. ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗം കൊണ്ടുള്ള മാനസിക ടെൻഷനോ അല്ലെങ്കിൽ ദാമ്പത്യ സുഖക്കുറവ്, ഭാര്യയുടെ ദേഷ്യ എടുത്തിയാട്ടം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ മനസ്സമാധാനക്കുറവ് ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. വിശ്രുത ഗുണം എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം എന്തെങ്കിലും പ്രത്യേക സ്കില്ലുണ്ടെങ്കിൽ 4 പേര് അറിയപ്പെടാനും കീർത്തി കേൾക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അപ്പോൾ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത അർച്ചനയൊക്കെ ചെയ്യുക, നാഗപൂജ ചെയ്യണം. അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ശനി പൂജയും ചെയ്താൽ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക വരുന്നത് മീനക്കൂറിലാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ ഒരു ദോഷം വളരെ സ്ട്രോങ് ആണ്, ജന്മശനിയാണ്. അപ്പോൾ ശനിദോഷ പരിഹാരം ചെയ്യണം. 5ൽ വ്യാഴം ഉള്ളതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതുപോലെ ഭദ്രായോഗം ചെയ്ത 7ൽ ബുധൻ നിൽക്കുന്ന കാരണം പൊതുവെ കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. നല്ല തൊഴിലിനുള്ള യോഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ 12ൽ രാഹുവാണ്, അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, കാൽപാദത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യണം. ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ശത്രുദോഷമുണ്ട്. ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും നെയ്വിളക്കും കഴിപ്പിക്കുക. നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടായെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസം പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.